ഹായ് ഫ്രണ്ട്സ്, ജാസ്റ്റ് ആൻഡ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നൊരു തക്കാളി ചാറ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ തക്കാളിയും പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി അരിഞ്ഞെടുക്കാം. ഞാനിവിടെ തക്കാളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മൾ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പുറത്ത് എന്തോ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേകാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അത് അരച്ചെടുക്കാം. ചിരണ്ടിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച്, വെള്ളമൊന്നും അധികം ഇല്ലാതെ നമുക്ക് അരച്ചെടുക്കണം. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിക്കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനിതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടും. ഓക്കെ, ഞാനിത് ഇടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫുഡ് പുറത്ത് കൊടുക്കണുണ്ടല്ലോ, അപ്പോൾ അതിൽ 2 പേർക്ക് നോമ്പാണ്. അവർ പച്ചക്കറി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം. ഇന്ന് ശിവരാത്രി എന്തോ അല്ലേ. അപ്പോൾ അത് നമുക്കിത് വേണ്ട, ഇത് ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വെജിറ്റബിൾ മാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒഴിവാക്കുന്നു. ഓക്കെ, ഇതില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞാനിപ്പോൾ ഇത്തിരി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് ഇതും കൂടി ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇത് വേണ്ട നമുക്ക്. ഇതില്ലാതെ നമുക്ക് ചാറ് കറി തയ്യാറാക്കാം. ഇവിടെ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരുപാട് കളർ വന്നിട്ടില്ല. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ അരച്ചെടുത്തത്. ഇനി നമ്മൾ ഇതിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഒഴിച്ച്, ഒരുപാട് ചൂടില്ല, തിളപ്പിച്ചതായിരുന്നു, അത് ചൂട് പോയി. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. മിക്സി ഒന്ന് നന്നായിട്ട് കലക്കി അതൊന്നും ഒഴിച്ചു കൊടുത്തേക്കാം. നമുക്ക് എന്തോരം വെള്ളം വേണം, ഒരുപാട് ചാറ് വേണോ, കുറുകിയിരിക്കണോ, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറുത്തിടണം. ഉപ്പ് നോക്കാം, ഉപ്പ് കുറച്ചുകൂടി വേണം. ഒരുപാടിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ ആയി പോകുമല്ലോ, അതൊന്നും വേണ്ട. നമ്മൾ തക്കാളിയൊക്കെ കണ്ട വെന്തിട്ടുമുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുത്തിടണം. കടുക് വറുക്കാനായിട്ട് ഞാൻ ഇവിടെ ചെറിയുള്ളി, വേപ്പില, പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു. കാരണം വെച്ചാൽ നമുക്ക് മൺചട്ടിയാണല്ലോ, ഇനി ആ ചൂടിലിരുന്ന് ആയിക്കോളും. അതുപോലെ തന്നെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ താളിക്കാൻ വേണ്ടി ഞാൻ ഈ പാനാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ചെറുതുമാണ്, പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചട്ടിയും എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊക്കെ താളിച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കറി ഇപ്പോൾ തന്നെ ഉപയോഗിക്കരുത്, 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.
അങ്ങനെ നമ്മുടെ തക്കാളിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചാറും ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. നമുക്ക് നേരിൽ കാണുമ്പോൾ ഇത്തിരി കൂടെ മഞ്ഞ നിറമുണ്ട് കേട്ടോ. ഇതിൽ മഞ്ഞ നിറം അധികം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ട് അല്ലേ, കുഴപ്പമില്ല. അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.